ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. 63 MLAമാരും AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. നിയുക്ത MLAമാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനത്തേക്ക് നീണ്ടേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പുള്ളരുത്തി. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് നിയുക്ത കോൺഗ്രസ് MLAമാർ പ്രകടിപ്പിച്ച അഭിപ്രായം അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകർ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിക്കും. ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കുക. ഇതിന് വഴിയൊരുക്കുന്ന പ്രമേയമാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. എന്തായാലും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനത്തോടെ മാത്രമായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകർ ഇന്ന് UDFിലെ വിവിധ ഘടകകക്ഷികളുമായും ചർച്ചകൾ നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഗവർണറുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. സർക്കാർ രൂപീകരണത്തിനായി ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിലപാടാണ് ഗവർണർ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത്. 118 MLAമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയം നേടിയ TVKയ്ക്ക് കോൺഗ്രസിന്റെ 5 MLAമാർ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്തുണ നൽകുന്ന കാര്യത്തിൽ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് VCK അറിയിച്ചു. സർക്കാർ രൂപീകരിക്കാൻ TVKയെ ഗവർണർ അനുവദിക്കണമെന്നും ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ അവസരം നൽകണമെന്നും ഇടത് പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളോടെയുമാണ് രാജ്യം നിലകൊള്ളുന്നതെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 മെയ് 7-നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധ സേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
Firstly, in terms of Pakistan, whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട 2860 പൌരത്വ പരിശോധന കേസുകളാണ് രാജ്യത്ത് തീർപ്പാക്കാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ കഴിയുന്ന ഏതൊരു വിദേശ പൌരനെയും രാജ്യത്തിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. लोग अवैध ढंग से हमारे यहाँ रह रहे हैं, इसमें हमको बांग्लादेश की सहयोग चाहिए ताकि वो उनको रिपैट्रिएट किया जाए अपने देश. पिछले कुछ सालों में 2860 से ऊपर ऐसे मसले हैं जिसमें हम लोगों ने राष्ट्रीय सत्यापन के लिए बांग्लादेश को खबर किया है और ये सभी मामले उनके यहाँ लंबित हैं. हमारा ये नीति है कि जो भी विदेशी नागरिक हमारे यहाँ अवैध रूप से रह रहा है वो उनको अपने देश जाना पड़ेगा जब उनकी नेशनलिटी वेरिफिकेशन, उनका राष्ट्रीय का सत्यापन हो जाता है. 6 സെൻസസ് ബോധവൽക്കരണ LED മൊബൈൽ വാനുകളുടെ ഫ്ളാഗ് ഓഫ് സെൻസസ് കമ്മീഷണർ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. സെൻസസ് വിവരങ്ങളുടെ പ്രചാരണം ഉറപ്പാക്കുക, പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2027 സെൻസസിൽ ആദ്യമായി അവതരിപ്പിച്ച സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 92 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതിനകം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. 13 ശുപാർശകൾ ഉൾക്കൊള്ളുന്ന വിശദമായ നയരേഖയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാളും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ബാറ്റിംഗ്. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാർ മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതം. ഗുരുതരാവസ്ഥയിലുള്ള 2 യാത്രക്കാരെ ക്രൂയിസ് കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച ശേഷം ചികിത്സയ്ക്കായി നെതർലൻഡ്സിൽ എത്തിച്ചു. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. കപ്പലിലെ 40ഓളം യാത്രക്കാർ ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ സെന്റ് ഹെലീനയിൽ ഇറങ്ങിയതായി ഡച്ച് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി ഇസ്രായേൽ ലെബനനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. റദ്വാൻ സേനാ കമാൻഡറെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആണ് അനുമതി നൽകിയത്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് കർഷകരുടെ വികസനം അനിവാര്യമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രത്യേക കർമ്മസേന രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് 2ാം തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.